സ്നേഹിതരെ, വീണ്ടും ഒരു ഭൂമി വിൽപ്പനയ്ക്ക് കളമൊരുങ്ങുകയാണ് സീറോ മലബാർ സഭയിൽ. ഇത്തവണ അത് പാലാ രൂപതയിലാണ്. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടൻ്റെ രൂപത നസ്രാണികളുടെ ഈറ്റില്ലമെന്ന് അവകാശപ്പെടുന്ന ഇടം, സർവോപരി പാലാ മെഡിസിറ്റി പ്രവർത്തിക്കുന്ന ഇടം കൊട്ടിഘോഷിച്ച് തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. വലിയ ബാധ്യതയാണത്രേ മെഡിസിറ്റി നടത്തിക്കൊണ്ടു പോകുവാൻ. കോടികളുടെ കടക്കണിയാണത്രേ വർഷം തോറും. ലോകത്തുള്ള സകലമാന പാലാക്കാരെയും വളഞ്ഞിട്ട് പിടിച്ച് വർഷങ്ങളായി പിരിച്ചെടുത്ത് നിർമ്മിച്ചതാണ് ഈ സൂപ്പർ മെഡിസിറ്റി. നോമ്പുകാലത്ത് മത്സ്യമാംസാദി ലഹരികൾ വർജിക്കുന്നതിലൂടെ വിശ്വാസികൾ നേടുന്ന ലാഭം പോലും മെഡിസിറ്റിക്ക് പിരിവായി നൽകേണ്ടി വന്നു. അവസാനം പണി കഴിഞ്ഞു. കല്ലറങ്ങാട് മെത്രാൻ എത്ര പിരിച്ചെടുത്തു, നിർമ്മാണ ചെലവ് എത്ര, അതായത് വരവ് ചെലവ് കണക്കെത്രയാണ് ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല. 500 കോടിക്ക് മുകളിലാണോ താഴെയാണോ ചെലവായത് അറിയില്ല. വിശുദ്ധ അൽഫോൻസാമയുടെ നേർച്ചപ്പണം എത്ര ചെലവെഴുതി തീർത്തു അറിയില്ല. ബാങ്കിൽ നിന്നും കടമെടുത്തതെത്ര അറിയില്ല. വിദേശപ്പണം എത്ര ആർക്കും അറിയില്ല. ഒന്നു മാത്രം അറിയാം, പാലായിലെ കാരണവന്മാർ സ്വരുക്കൂട്ടി ഉണ്ടാക്കി വെച്ച പാലാ രൂപതയുടെ വസ്തുവകകൾ വിറ്റാൽ മാത്രമേ കടബാധ്യതകൾ തീരൂ, ജപ്തി ഒഴിവാകൂ. മെത്രാന്മാരുണ്ടാക്കുന്ന കടബാധ്യതകൾ തീർക്കുവാൻ വിശ്വാസികൾ ധ്യാനം കൂടിയതുകൊണ്ടോ കൃപാസന ഉടമ്പടി വെച്ചതുകൊണ്ടോ കാര്യമില്ല. തങ്ങളുടെ മുൻ തലമുറകൾ വിയർപ്പും രക്തവും ചിന്തി സമ്പാദിച്ച വസ്തുക്കൾ വിൽക്കണമെന്ന് തീരുമാനിക്കുവാൻ പാലാ മെത്രാന് ഒരു വൈക്ലഭ്യവുമില്ല. കാരണം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും മെത്രാന്മാർ സമ്പാദിക്കുന്നു എന്നതാണ് സീറോ മലബാർ സഭാ പാരമ്പര്യം. ഇനി സഭാ സ്വത്തുക്കൾ മെത്രാൻ്റേത് മാത്രമാണോ? ഇത് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പ പുറത്താക്കിയ കർദിനാൾ ആലഞ്ചേരിയും ചെയ്തു വെച്ചത്. സീറോ മലബാർ സഭയിലെ വടക്കൻ തെക്കൻ രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെ 2011 സഭാതലവനായി മാറിയ ആലഞ്ചേരി പിതാവ് തൻ്റെ ആസ്ഥാന രൂപതയായ എറണാകുളത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങുവാനായി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും 58 കോടി രൂപ കടമെടുത്ത് കൂടിയ വിലയ്ക്ക് 23.5 ഏക്കർ സ്ഥലം വാങ്ങുന്നു. പക്ഷേ ഒരിക്കൽ പോലും മെഡിക്കൽ കോളേജിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോടികൾ പലിശ കൊടുക്കേണ്ടി വരും എന്ന കാരണം പറഞ്ഞ് 3.5 ഏക്കർ സ്ഥലം എറണാകുളത്ത് വിൽക്കുന്നു. അതും ആവശ്യക്കാർ ചോദിച്ച കണ്ണായ സ്ഥലങ്ങൾ. ഭൂമി വിറ്റു, പണമില്ല. നോട്ട് നിരോധനം മൂലം വാങ്ങിയവർക്ക് പണം നൽകുവാൻ കഴിഞ്ഞില്ലത്രേ. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വന്നു, ക്രിസ്ത്യാനികളുടെ എറണാകുളത്തെ ഭൂമി മുസ്ലിങ്ങൾക്ക് വിറ്റത് കടം പറഞ്ഞിട്ടാണോ എന്ന്. ആധാരം തീരെഴുതി കൊടുത്ത് ഭൂമി വിറ്റെങ്കിൽ പണം കിട്ടിക്കാണുമല്ലോ. അവസാനം കടം വീട്ടുവാൻ ഭൂമി വിറ്റപ്പോൾ എറണാകുളത്തിൻ്റെ കടബാധ്യത 100 കോടിയായി. ഭൂമിയും നഷ്ടപ്പെട്ടു. പക്ഷേ കല്ലറങ്ങാട് മെത്രാനടക്കം പല മെത്രാന്മാരും അവരുടെ ശിങ്കിടി മാർത്തോമ മാർഗികളും അന്ന് മേനി നടിച്ചത് തങ്ങളുടെ പക്ഷക്കാരനായ കർദിനാൾ അച്ചായൻ ആലഞ്ചേരി എറണാകുളത്ത് കുടിയേറി അവരുടെ ഭൂമി വിറ്റും വാങ്ങിയും കടക്കണിയിലാക്കി അവരെ കുത്തുപാളയടിപ്പിച്ചിരിക്കുന്നു. തങ്ങളുടെ അധിനിവേശം വിജയം കണ്ടിരിക്കുന്നു. അതിനാൽ വരുവിൻ പുത്തൻ മാർഗികളെ, നമുക്ക് നസ്രാണി സംഗമം നടത്തി ഈ വിജയം ആഘോഷിക്കാം. മാർപ്പാപ്പയിലെ ക്രിസ്ത്യാനി ഉണർന്നു. സീറോ മാർപ്പാപ്പ എന്ന മേനി നടിച്ചിരുന്ന ആലഞ്ചേരിയെ അദ്ദേഹം പുറത്താക്കി. പ്രിയരെ, എവിടെ മുതലാണ് നമുക്ക് പിഴച്ചത്? ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുൻപ് പത്രമുത്തശ്ശി ദീപികയെ ഫാരിസ് അബൂബക്കർ എന്ന ദുരൂഹ ചെറുപ്പക്കാരന് വിറ്റു, വെറും 2 കോടി രൂപയ്ക്ക്. അതിനു മുന്നോടിയായി 1 കോടി രൂപ അയാളിൽ നിന്നും കടം വാങ്ങിയിരുന്നു. പിന്നീട് നസ്രാണികളുടെ അഭിമാനമായ ദീപിക പത്രം അയാളിൽ നിന്ന് തിരിച്ചു വാങ്ങി 17 കോടിയും പല കെട്ടിടങ്ങളും തീരെഴുതി കൊടുത്തുകൊണ്ട്. അന്നും ഇന്നും തന്ത്രം ഒന്ന് തന്നെ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് സഭയിൽ ബാധ്യത ഉണ്ടാക്കുക, അത് തീർക്കുവാൻ വിറ്റ് തുലയ്ക്കുക. പത്രമായാലും ഭൂമിയായാലും കെട്ടിടങ്ങളായാലും. ഈ കൊള്ളരുതായ്മ ചെയ്തത് അന്ന് കാഞ്ഞിരപ്പള്ളി മെത്രാനും ദീപിക മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന ബിഷപ്പ് മാത്യു അറയ്ക്കനാണ്. 1985 അന്നത്തെ കാഞ്ഞിരപ്പള്ളി മെത്രാനായിരുന്ന ബിഷപ്പ് പൗവത്തിൽ പ്രമോഷൻ കിട്ടി ചങ്ങനാശ്ശേരിയിലേക്ക് ആർച്ച് ബിഷപ്പായി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നതാണ് ബിഷപ്പ് മാത്യു കല്ലറയ്ക്കൻ. അന്ന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ഫാദർ റോബിൻ, ദീപിക കച്ചവടത്തിലെ അസിസ്റ്റൻറ്റ്, ബാലിക പീഡന കേസിൽ ഇന്ന് തലശ്ശേരി ജയിലിൽ കഴിയുന്നു. ഈ കള്ളക്കച്ചവടത്തെ ചൊല്ലി അറക്കൽ മെത്രാൻ ഒരു നടപടിയും നേരിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തനായി. പണം കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും അധോലോക ബന്ധങ്ങൾ കൊണ്ടും
റിട്ടയർ ചെയ്തെങ്കിലും ഇന്ന് അദ്ദേഹം വലിയ ബംഗ്ലാവും ഭൂസ്വത്തും കോടികളുമായി ഒരു മാടമ്പി ജീവിതം നയിക്കുന്നു. പൗരോഹിത്യ വ്രതവാഗ്ദാനവേളയിൽ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിനിന്ന് വെറും പാഴ്വാക്കായി മാറിയിരിക്കുന്നു. ഇത്തരം ഭൂമാഫിയ നേർച്ചക്കൊള്ള നടപടികൾ ഒരു ക്യാൻസർ പോലെ സഭയിലാകമാനം പടർന്നു. ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ പാലാ മെത്രാനിലും അതെത്തി നിൽക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ അനേക തലമുറകൾ പിടിയരി പിരിച്ചും മുണ്ടും മുറുക്കിയുടുത്തും പണിതുയർത്തിയ പള്ളികളും ആശുപത്രി, വിദ്യാലയ സ്ഥാപനങ്ങളും മെത്രാൻ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മെത്രാൻ്റേതാകുമോ? ഓരോ വെഞ്ചിരിപ്പ് ഉദ്ഘാടനത്തിലും മെത്രാൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ പണിയും പള്ളികളെല്ലാം ഞങ്ങളുടേതാകും ലെയ്റ്റീസേ. എന്നാൽ യഥാർത്ഥത്തിൽ സഭാ സ്വത്തുക്കൾ മെത്രാൻ്റേത് മാത്രമാണോ? കാനോൻ നിയമത്തിൽ ഒരിടത്തും മെത്രാന് സഭാ സ്വത്തുക്കൾ എന്ന സ്വന്തം നിലയിൽ കൈകാര്യം ചെയ്യുവാൻ അനുവാദമില്ല. അനുസരണം പറഞ്ഞും വ്യാജ കാനോൻ വ്യാഖ്യാനങ്ങൾ കൊണ്ടും സ്വത്തുക്കളെല്ലാം മെത്രാൻ്റേതാണെന്നൊരു പ്രതീതി ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭയിൽ. ഇന്ത്യയിലെ പല കോടതികളും ഹൈക്കോടതികളും സുപ്രീം കോടതിയടക്കം വിധിച്ചു കഴിഞ്ഞു. എ ഡയോസിസ് ഈസ് ദ ജുറിഡിക്കൽ പേഴ്സൺ വിച്ച് ഓൺസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ് ആൻഡ് ദ ബിഷപ്പ് ഓൺലി റെപ്രസെൻറ്റ്സ് ദ ഡയോസിസ്. എന്ന് വെച്ചാൽ സ്വത്തുക്കളെല്ലാം രൂപതയുടെയോ അതിരൂപതയുടെയോ മാത്രമാണ്. മെത്രാനോ അതിമെത്രാനോ അവയുടെ പ്രതിനിധികൾ മാത്രമാണ്. ആയതിനാൽ സഭാസ്വത്തുക്കൾ വിനിമയം ചെയ്യുന്നതിലും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിലും രാജ്യത്തെ നിയമങ്ങളനുസരിച്ച് സുതാര്യമായ നടപടികളും കണക്കുകളും വേണം. ഒരു സ്ഥാപനം നടത്തി പരാജയപ്പെട്ടാൽ ഏത് CEO ആയാലും അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടും, കോടതിയിൽ കേസുകൾ നേരിടേണ്ടി വരും. പക്ഷെ സഭയിൽ ഇതൊന്നുമില്ല. അവരെല്ലാം ദൈവത്തിൻ്റെ മേലങ്കി അണിഞ്ഞവരെന്ന പേരിൽ എല്ലാറ്റിൻ്റെയും മുകളിൽ പുതപ്പിട്ട് മൂടി ഒന്നും അറിയാത്ത പോലെ കുഞ്ഞാടുകളുടെ തലയിൽ എല്ലാ ഭാരങ്ങളും ചുമത്തിക്കൊണ്ട് മുന്നേറുകയാണ്. അല്ലെങ്കിൽ വിശ്വാസികൾ കോടതികളെ സമീപിക്കണം. പാലാ മെത്രാൻ സകലതും വിറ്റ് തുലയ്ക്കുന്നതിന് മുൻപ് മെഡിസിറ്റിയുടെ നിർമ്മാണ കണക്കുകളും ലോൺ ഇടപാടുകളും നേർച്ചപ്പിരിവ് കണക്കുകളും കോടതി മുമ്പാകെ കൊണ്ടുവരണം. പാലാ വിശ്വാസികൾക്ക് അതിന് അവകാശമുണ്ട്. ധീരന്മാരായ വിശ്വാസികൾ ആയതിന് മുന്നോട്ട് വരണം. എറണാകുളത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതാണ്. 2011 സഭാതലവനായി എറണാകുളത്തെത്തിയ ആലഞ്ചേരി പിതാവ് കാനോൻ പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടത്തി പിടിക്കപ്പെട്ടപ്പോൾ സ്ഥാനവും പോയി. ഇപ്പോൾ വിശ്വാസവഞ്ചന, ഗൂഢാലോചന, പണം തിരിമറി എന്നീ വകുപ്പുകളിൽ ക്രിമിനൽ കേസിൽപ്പെട്ട് ജാമ്യം നേടിയാണ് പുറത്തിറങ്ങി ഉദ്ഘാടനങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും പോയി വരുന്നത്. ഈ മാസം 23-ാം തീയതിയും കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ആലഞ്ചേരി എന്ന ക്രിമിനൽ കേസ് വിചാരണയ്ക്ക് വരുന്നു. അന്നേ ദിവസം എറണാകുളത്തെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ആർച്ച് ബിഷപ്പ് പാംപ്ലാനി കർദിനാൾ ആലഞ്ചേരി ഭൂമി വിറ്റതിന് പ്രകാരമുള്ള പണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ രേഖകൾ പ്രകാരം കോടതിയിൽ സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള അവസാന അവധിയാണ്. എറണാകുളത്തെ ആലഞ്ചേരി കേസ് അതിൻ്റെ പരിസമാപ്തിയോടടുക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ സീറോ മലബാർ അടക്കം മൊത്തം സഭകൾക്കും യേശുവിൻ്റെ ജെറുസലം ദേവാലയ ശുദ്ധീകരണം എന്ന ഓശാന പോലെ മറ്റൊരു ഇന്ത്യൻ ഓശാന നമ്മുടെ കോടതികളിൽ അരങ്ങേറുന്നു. പല കോടതികളും തൊപ്പിയും അംശവടിയും മുദ്രമോതിരത്തിൻ്റെയും പകിട്ടിനപ്പുറത്തുള്ള മെത്രാന്മാരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവരിൽ ചുരുക്കം ചിലർ മാത്രമാണ് ക്രിസ്ത്യാനികളായിട്ടുള്ളതെന്ന് കോടതികൾ കണ്ടെത്തിയിരിക്കുന്നു. വിളവേറെ കൊയ്ത്തുകാരോ ചുരുക്കം എന്ന ബൈബിൾ വചനം ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണ ജീവിതത്തിലൂടെ ആത്മാക്കളെ നേടുക എന്നതിനപ്പുറം സഭയിലെ സ്വത്തുക്കളിൽ കണ്ണും നട്ട് ആ വിള കൊയ്യുവാനുള്ള കൊയ്ത്തുകാരായിട്ടാണ് പല മെത്രാന്മാരും ശിങ്കിടികളും പൗരോഹിത്യത്തിലേക്ക് വരുന്നതെന്നും തിരിച്ചറിയുക. ആയതിനാൽ 21-ാം നൂറ്റാണ്ടിൽ സത്യവിശ്വാസികളിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം ഇതാണ്: മെത്രാന്മാരുടെ കൊള്ളരുതായ്മകളെ കോടതികളിൽ നേരിടുക. നമുക്കതിന് കഴിയണം. പാലായിലെ സത്യവിശ്വാസികൾക്കും നന്ദി.